നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. 2019 കണ്ടെത്തിയ കോവിഡ്-19 എന്ന ഇത്തിരി കുഞ്ഞനായ കൊറോണ വൈറസ് ചൈനയിൽ പടർന്നു പിടിച്ചപ്പോൾ ലോകം സ്തംഭിക്കുമെന്നോ അത് ഇന്ത്യയിലെത്തുമെന്നോ പ്രത്യേകിച്ച് കേരളത്തിലെത്തുമെന്നോ ആരും പ്രതീക്ഷിച്ചില്ല. കടുത്ത ജാഗ്രത പുലർത്തിയിട്ടും വാതിലുകൾ അടയ്ക്കുക എന്നതല്ലാതെ മറ്റൊരു വഴിയും ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ ഉണ്ടായിരുന്നില്ല. പിന്നെ നാം സാക്ഷികളായത് അതിദയനീയ കാഴ്ചകൾക്കാണ്. കൊറോണ, ആൽഫ, ബീറ്റ, ഡെൽറ്റ കൂടാതെ ഡെൽറ്റ പ്ലസ് എന്നിങ്ങനെ വകഭേദങ്ങൾ പിന്നിട്ട് 50 മ്യൂട്ടേഷൻ പിന്നിട്ട് അതീവ അപകടകാരിയായി വീണ്ടും എത്തിയിരിക്കുകയാണ്. പേര് ഒമിക്രോൺ. അങ്ങനെ 2020 ആരംഭത്തിലുണ്ടായ അതേ അവസ്ഥയിലൂടെയാണ് ലോകം ഇപ്പോൾ കടന്നു പോകുന്നത്. കൊറോണ എന്ന വൈറസിനെ അറിയാതെ നിബന്ധനകളിൽ പകച്ചുപോയ ലോകം അതിഭീകരമെന്ന് വിശ്വസിക്കപ്പെടുന്ന കൊറോണയുടെ പുതിയ വകഭേദമായ ഒമിക്രോണിന്റെ വ്യാപനം തുടരുമ്പോഴും അതേ അവസ്ഥയിലാണിപ്പോൾ. ഇത് എത്രത്തോളം ഭീകരമാണെന്നോ വാക്സിനുകൾ ഫലപ്രദമാണെന്നോ എങ്ങനെ നേരിടണമോ എന്നോ പോലും അറിയാതെ പകച്ചു നിൽക്കുകയാണ് ലോകം. എങ്കിലും വാക്സിനുകൾ കൊണ്ടും മറ്റ് നിയന്ത്രണങ്ങൾ കൊണ്ടും ഈ ഭീകര വൈറസിനെ നിയന്ത്രിക്കാൻ ലോകം കച്ചകെട്ടി ഇറങ്ങിയിട്ടുണ്ട്. ഇന്നലെ കൂടുതൽ ലോകരാജ്യങ്ങളിൽ ഈ വകഭേദത്തിന്റെ സാന്നിധ്യം കണ്ടെത്തിയതായാണ് ഇപ്പോൾ ആശങ്ക കൂടുതൽ വർദ്ധിപ്പിക്കുന്നത്. മറ്റു വകഭേദങ്ങളെക്കാൾ അതിവ്യാപന ശേഷിയുള്ളതാകാൻ സാധ്യതയുള്ളതെന്ന് ലോകാരോഗ്യ സംഘടന കഴിഞ്ഞ ആഴ്ച വെളിപ്പെടുത്തിയിരുന്നു. ഒമിക്രോണിന്റെ സാന്നിധ്യം ഇപ്പോൾ ഓസ്ട്രേലിയ, ബെൽജിയം, ബോട്സ്വാന, ബ്രിട്ടൻ, ഡെൻമാർക്ക്, ജർമ്മനി, ഹോങ്കോങ്, ഇസ്രായേൽ, ഇറ്റലി, നെതർലാൻഡ്സ്, ഫ്രാൻസ്, കാനഡ, സൗത്ത് ആഫ്രിക്ക എന്നീ രാജ്യങ്ങളിൽ സ്ഥിരീകരിച്ചതായാണ് റിപ്പോർട്ട്. വെള്ളിയാഴ്ച വരെ വെറും 4 രാജ്യങ്ങളിൽ മാത്രമായിരുന്നു ഇതിന്റെ സാന്നിധ്യം സ്ഥിരീകരിച്ചിരുന്നത്. ഇപ്പോൾ കൂടുതൽ രാജ്യങ്ങളിൽ ഇത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അങ്ങനെ 2020 അനുസ്മരിപ്പിക്കുന്ന മറ്റൊരു സമ്പൂർണ്ണ ലോക്ക്ഡൌണിലേക്ക് ലോകം പോകുമോ എന്ന ആശങ്കയുയർത്തി കൂടുതൽ രാജ്യങ്ങൾ കടുത്ത നിയന്ത്രണങ്ങളുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. ഇതിൽ ഏറ്റവും കടുത്ത നിയന്ത്രണം നടപ്പിലാക്കിയിരിക്കുന്നത് ഇസ്രായേലാണ് എന്നാണ് ലഭ്യമാകുന്ന വിവരം. വിദേശികളെ അവർ ഏതു രാജ്യക്കാരായിരുന്നാലും ഇസ്രായേലിൽ ഒരു കാരണവശാലും പ്രവേശിപ്പിക്കില്ല എന്നതാണ് ഒമിക്രോൺ നിയന്ത്രണത്തിനായി ഇസ്രായേൽ എടുത്തിരിക്കുന്ന ഒരു കടുത്ത നടപടി. ഭീകരവാദികൾക്കെതിരെ ഉപയോഗിക്കുന്ന അതീവ കാര്യക്ഷമമായ ഫോൺ ട്രാക്കിംഗ് സിസ്റ്റം കോവിഡ് രോഗികളെ കണ്ടെത്താൻ ഉപയോഗിക്കുമെന്ന് പ്രധാനമന്ത്രി നഫ്താലി ബെന്നറ്റ് പറയുകയുണ്ടായി. അതോടൊപ്പം തന്നെ അടുത്ത 14 ദിവസത്തേക്കാണ് ഈ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇതിനകം വാക്സിനുകൾ ഈ വകഭേദത്തെ നേരിടുന്നതിൽ എത്രമാത്രം കാര്യക്ഷമമാകുമെന്ന വസ്തുത അറിയാനാകും എന്നും അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചിട്ടുണ്ട്. വിദേശങ്ങളിൽ നിന്നുള്ള ഇസ്രായേലി പൗരന്മാർ തിരികെ എത്തിയാൽ 14 ദിവസത്തെ ക്വാറന്റൈൻ നിർബന്ധമാണ്. മറ്റു പല രാജ്യങ്ങളിലും ക്വാറന്റൈൻ വീണ്ടും നിർബന്ധമാക്കുകയാണ്. ഇന്നലെ ഒമിക്രോൺ ക്വാറന്റൈൻ ഹോട്ടലിൽ നിന്നും ഒളിച്ചു കടന്ന് ഹോളണ്ടിന് പുറത്തേക്കുള്ള വിമാനത്തിൽ കയറിയ ദമ്പതിമാരെ ഡച്ച് പോലീസ് അറസ്റ്റ് ചെയ്തു. ദക്ഷിണാഫ്രിക്കയിൽ നിന്നും എത്തിയ കോവിഡ് രോഗികൾക്ക് ക്വാറന്റൈൻ ഒരുക്കുന്ന ഹോട്ടലിൽ നിന്നും ഒളിച്ചു കടന്ന് ഇവർ ഷിഫോൾ വിമാനത്താവളത്തിലെത്തിയാണ് വിമാനം കയറിയത്. ആ സമയത്താണ് ഡച്ച് പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്യുന്നത്. വിമാനം പറക്കുന്നതിന് തൊട്ടു മുമ്പായിരുന്നു അറസ്റ്റ്. ഇതുകൂടാതെ ഒമിക്രോൺ ആകാൻ സാധ്യതയുള്ള 8 കേസുകൾ രാജ്യത്ത് കണ്ടെത്തിയതായി ഇന്നലെ ഫ്രഞ്ച് ആരോഗ്യകാര്യ മന്ത്രാലയം വെളിപ്പെടുത്തിയിരുന്നു. ഇതിന് പിന്നാലെ നിയന്ത്രണങ്ങൾ കൂടുതൽ കടുപ്പിക്കാൻ ഒരുങ്ങുകയാണ് ഫ്രാൻസും. കാനഡയിൽ 2 രോഗികളിൽ ഒമിക്രോണിന്റെ സാന്നിധ്യം സ്ഥിരീകരിച്ചതായി കനേഡിയൻ ആരോഗ്യ വകുപ്പ് വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട്. കോവിഡിന്റെ 5ാം തരംഗത്തിന്റെ വക്കിലെത്തി നിൽക്കുന്ന ഫ്രാൻസിൽ ഇപ്പോൾ രോഗവ്യാപനം ക്രമാതീതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന് പിന്നാലെ അതിവ്യാപന ശേഷിയുള്ളതെന്ന് സംശയിക്കുന്ന ഒമിക്രോണിന്റെ സാന്നിധ്യം കണ്ടെത്തിയത് ആശങ്ക വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതേസമയം കാനഡയിൽ ഒമിക്രോണിന്റെ സാന്നിധ്യം കണ്ടെത്തിയ 2 പേർക്കും നൈജീരിയൻ യാത്രക്കിടയിലാണ് കോവിഡ് ബാധ ഉണ്ടായത്. ഇതുപോലെ നെതർലാൻഡ്സിലെ ആദ്യ ഒമിക്രോൺ രോഗിക്ക് തുർക്കി, ഈജിപ്ത് യാത്രകൾക്ക് ശേഷമാണ് കോവിഡ് ബാധ ഉണ്ടായതെന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഇതെല്ലാം തെളിയിക്കുന്നത് ഇതിനോടകം തന്നെ ലോകത്തിന്റെ എല്ലാ മൂലകളിലും ഈ അതിഭീകര വകഭേദം എത്തിക്കഴിഞ്ഞിരിക്കുമെന്നാണ്. അതിവ്യാപന ശേഷിയുള്ളതായതിനാൽ തന്നെ ഈ വകഭേദത്തെ അതിഭീകരമെന്ന് തന്നെ വിശേഷിപ്പിക്കാം. ചില രാജ്യങ്ങളിൽ മാത്രമേ കണ്ടെത്താനായുള്ളൂ എന്നത് വാസ്തവം തന്നെയാണ്. എങ്കിലും ഇതിന് പിന്നാലെ ഇത്തവണയും യൂറോപ്പിൽ ക്രിസ്മസ് ആഘോഷങ്ങൾ അവതാളത്തിലായേക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പുതിയ വകഭേദത്തിന്റെ വ്യാപനം ആശങ്കയുയർത്തിയിരിക്കുന്ന സാഹചര്യത്തിൽ എല്ലാ ബ്രിട്ടീഷുകാരെയും രാജ്യത്ത് പ്രവേശിക്കുന്നതിൽ നിന്നും വിലക്കിക്കൊണ്ട് സ്വിറ്റ്സർലാൻഡ് ഉത്തരവിറക്കി. ഉടൻ തന്നെ ഈ ഉത്തരവ് പ്രാബല്യത്തിൽ വരുന്നതായിരിക്കും. സ്വിസ് പൗരന്മാർക്കും പെർമനന്റ് റെസിഡന്റ് സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കും മാത്രമായിരിക്കും സ്വിറ്റ്സർലാൻഡിൽ പ്രവേശനാനുമതി ഉള്ളത്.
എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്നാൽ യാത്രയ്ക്ക് മുൻപായി കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് കയ്യിൽ കരസ്ഥമാക്കിയിരിക്കണം. മാത്രമല്ല സ്വിറ്റ്സർലാൻഡിലെത്തിയാൽ 10 ദിവസത്തെ നിർബന്ധിത ക്വാറന്റൈനും വിധേയമാകണം. അവിടെയും അവസാനിക്കുന്നില്ല നിബന്ധനകൾ. സ്വിറ്റ്സർലാൻഡുമായി അതിർത്തി പങ്കിടുന്ന ജർമ്മനിയിലും ഇറ്റലിയിലും ഒമിക്രോണിന്റെ സാന്നിധ്യം സ്ഥിരീകരിച്ചു എങ്കിലും സ്വിറ്റ്സർലാൻഡിൽ ഇതുവരെ ഒമിക്രോണിന്റെ സാന്നിധ്യം കണ്ടെത്തിയിട്ടില്ല എന്നത് ചെറിയ ആശ്വാസം നൽകുന്നുവെങ്കിലും കൂടുതൽ നിയന്ത്രണങ്ങൾക്ക് ഇത് സാധ്യത തെളിയിക്കുന്നു. സ്പെയിനും കടുപ്പിക്കുകയാണ്. ബ്രിട്ടൻ ഉൾപ്പെടെ ഒമിക്രോണിന്റെ സാന്നിധ്യം കണ്ടെത്തിയ രാജ്യങ്ങളിൽ നിന്നും വാക്സിന്റെ 2 ഡോസുകളും എടുത്തവർക്ക് മാത്രമായിരിക്കും സ്പെയിനിൽ പ്രവേശനാനുമതിയുള്ളത്. കോവിഡിനെ പ്രതിരോധിക്കാൻ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്ന ഓസ്ട്രേലിയയിലും ഈ ഭീകരൻ എത്തിച്ചേർന്നിരിക്കുന്നു. ആഫ്രിക്കയിൽ നിന്നും സിഡ്നിയിലെത്തിയ 2 യാത്രക്കാരിലാണ് ഒമിക്രോണിന്റെ സാന്നിധ്യം കണ്ടെത്തിയിരിക്കുന്നത്. എന്നാൽ ഇരുവരെയും രോഗലക്ഷണങ്ങളൊന്നും പ്രദർശിപ്പിച്ചിരുന്നില്ല. മാത്രമല്ല ഇരുവരും വാക്സിന്റെ 2 ഡോസുകളും സ്വീകരിച്ചവരുമാണ്. 14 യാത്രക്കാർ അടങ്ങിയ ഒരു സംഘത്തിന്റെ ഭാഗമായിരുന്നു ഇത്. അതിനാൽ തന്നെ ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട്. മുഴുവൻ സംഘങ്ങളെയും ക്വാറന്റൈനിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. 2020-ലും ഇത്തരത്തിലുള്ള യാത്രാ നിയന്ത്രണങ്ങളിലൂടെയായിരുന്നു തുടക്കം കുറിച്ചത്. അതാണ് പിന്നെ ഏതാണ്ട് 3 മാസക്കാലം ലോകം മുഴുവൻ അടഞ്ഞുകിടന്ന ലോക്ക്ഡൌണിലേക്ക് വഴിതെളിച്ചത്. ഇത്തരം നിബന്ധനകളും നിയന്ത്രണങ്ങളും കടക്കുന്നതിനിടയിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ആദ്യ യാത്രാ നിരോധനം പ്രഖ്യാപിച്ച ബ്രിട്ടനെതിരെ ദക്ഷിണാഫ്രിക്ക രംഗത്തെത്തിയിരിക്കുകയാണ്. ഇതൊരിക്കലും നീതീകരിക്കാനാകാത്തതും അശാസ്ത്രീയവുമാണ് ബ്രിട്ടന്റെ നടപടിയെന്ന് ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് സിറിൽ രാംഫോസ അറിയിച്ചു. ബ്രിട്ടന്റെ നടപടിയെ തുടർന്ന് മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളും സമാനമായ സമീപനം സ്വീകരിച്ചിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള നടപടികൾക്ക് യാതൊരു ശാസ്ത്രീയ അടിത്തറയുമില്ലെന്നും ദരിദ്ര രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥ തകർക്കാൻ മാത്രമേ ഇത് ഉപകരിക്കുകയുള്ളൂ എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. എന്തായാലും ഇനി വരാൻ പോകുന്ന നടപടികൾക്കായി ലോകം ആശങ്കയോടെയാണ് കാത്തിരിക്കുന്നത്. പ്രത്യേകിച്ച് പ്രവാസികൾ. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.